പുലർച്ചകളിലാണ് നല്ല മത്സരങ്ങൾ. പക്ഷെ ഫുട്ബോൾ പ്രേമികളെ സംബന്ധിച്ചിടത്തോളം അത് ലോകത്ത് എവിടെയാണെങ്കിലും പന്തിരുള്ളുന്നുണ്ടെങ്കിൽ അത് കാണുന്നുള്ളതാണ്. ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ പ്രവചനാതീതമായിട്ടുള്ള ഒരു ഗെയിമാണ്. അടുത്ത കാലത്തായിട്ട് ഫുട്ബോളിന്റെ ശാക്തിക ചേരിയൊക്കെ വളരെ മാറിയിട്ടുണ്ട്. കുത്തകകളായിരിക്കില്ല, ആരും ആരെയും തോൽപ്പിക്കും, ആരും ആരെയും വിറപ്പിക്കും. പാരമ്പര്യമായിട്ട് തന്നെ ഫുട്ബോൾ ഒരു വിനോദത്തിനപ്പുറം ഈ നാട്ടുകാരുടെ ഒരു വികാരമാണ്. 39 ദിവസം നൈനാമ്പളപ്പിനെ സംബന്ധിച്ചിടത്തോളം ഉറക്കില്ലാത്ത രാത്രി തന്നെയാണ്. ആവശ്യം പറഞ്ഞപ്പോ നമ്മളിപ്പോ സ്ക്രീനൊന്നും ഈ പ്രാവശ്യത്തില്ല അവിടെ. എന്തായാലും മേലത് താഴേക്ക് മണ്ണിട്ടാല് താഴെ എത്തൂല, അതിനാത്രം ജനയിനൂടെ. നമസ്കാരം. ലോകം ഒരു കാൽപന്തിന് ചുറ്റും വട്ടമിട്ട് പറക്കാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. നമ്മുടെ നാട്ടുകാർ ഇനി കുറെ നാളത്തേക്ക് അർജന്റീനയുടെയും ബ്രസീലിന്റെയും സ്പെയിനിന്റെയും പോർത്തുഗലിന്റെയും എല്ലാം ആളുകളായിട്ട് മാറും. അവര് നെയ്മറിനും മെസ്സിക്കും ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്കൊക്കെ വേണ്ടി സംസാരിക്കും. ഞാനിപ്പോ നിൽക്കുന്നത് കോഴിക്കോട് നഗരത്തിലെ നൈനാമ്പളപ്പിലാണ്. കോഴിക്കോട് നഗരത്തെ സംബന്ധിച്ചിടത്തോളം ഫുട്ബോൾ ഭ്രാന്തന്മാർ ഏറ്റവും അധികം ഉള്ളത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നിസ്സംശയം പറയാനായിട്ട് സാധിക്കും നൈനാമ്പളപ്പിലാണെന്ന്. ഞാനങ്ങനെ ഫുട്ബോളിനെ വല്ലാതെ സ്നേഹിക്കുന്ന നൈനാമ്പളപ്പിലെ ഒരു കൂട്ടം ആളുകളുടെ ഇടയിലാണ്. നമസ്കാരം. ഇപ്പം ലോകകപ്പ് ആവേശം ഇങ്ങനെ എത്തിയിരിക്കുകയാണ്. ഇത്തവണ മഴ ആയതുകൊണ്ട് ആവേശത്തിന് ചെറിയൊരു കുറവുണ്ടോ? പ്രാവശ്യം ആവേശത്തിനൊന്നും കുറവില്ല. മഴ ഒരു കാരണമാണ്. കാരണം നമ്മള് കഴിഞ്ഞ വേൾഡ് കപ്പ്, ഖത്തർ വേൾഡ് കപ്പ് നവംബർ ഡിസംബർ മാസത്തില് മലയാളികള് മഴയില്ലാതെ ആസ്വദിച്ചൊരു വേൾഡ് കപ്പാണത്. പിന്നെ മാത്രമല്ല നമ്മുടെ ഏറ്റവും അടുത്തുള്ള രാജ്യത്താണ്, ഏറെക്കൂടെ നമുക്ക് അനുകൂലമാണ്. ഇത്തവണ വേൾഡ് കപ്പ് വരുന്നത് മൺസൂണിലാണ്. പിന്നെ വളരെ നമ്മുടെ സമയക്രമം നമ്മളേറ്റവും വളരെ വ്യത്യാസത്തിലാണ്. നമുക്ക് പുലർച്ചകളിലാണ് നല്ല മത്സരങ്ങൾ. പക്ഷെ ഫുട്ബോൾ പ്രേമികളെ സംബന്ധിച്ചിടത്തോളം അത് ലോകത്ത് എവിടെയാണെങ്കിലും പന്തിരുള്ളുന്നുണ്ടെങ്കിൽ അത് കാണുന്നുള്ളതാണ്. പ്രത്യേകിച്ച് അർജന്റീന, ബ്രസീല്, സ്പെയിന്, ഫ്രാൻസ്, ക്രൊയേഷ്യ, ജർമ്മനി പോലുള്ള ഈ ലോകകപ്പ് നേടാൻ സാധ്യത ഏറെയുള്ള ടീമുകളാണ് അവരൊക്കെ. ഇനി അത്ഭുതം എന്ന രീതിയിൽ തന്നെ കഴിഞ്ഞ തവണത്തെ സെമി ഫൈനലിസ്റ്റുകളായ മൊറോക്കോയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആഫ്രിക്കൻ കൺട്രീസോ ഒരു അത്ഭുതങ്ങൾ സൃഷ്ടിച്ചാലും ഒന്നും പറയാനില്ല. കാരണം ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ പ്രവചനാതീതമായിട്ടുള്ള ഒരു ഗെയിമാണ്. അടുത്ത കാലത്തായിട്ട് ഫുട്ബോളിന്റെ ശാക്തിക ചേരിയൊക്കെ വളരെ മാറിയിട്ടുണ്ട്. കുത്തകകളായിരിക്കില്ല, ആരും ആരെയും തോൽപ്പിക്കും, ആരും ആരെയും വിറപ്പിക്കും. മുൻനിര ടീമുകൾ തന്നെ ഇപ്പോൾ കഴിഞ്ഞ വേൾഡ് കപ്പിൽ സൗദി അറേബ്യനോട് തോറ്റ അർജന്റീനയാണ് ലോകകപ്പ് ജേതാക്കളായത്. അപ്പോൾ പ്രവചനാതീതമായ ഒരു ഗെയിമാണ് അത്. ലോകകപ്പ് ആവുമ്പോൾ അതിന്റെ വീറും വാശിയും ആകാശത്തോളം ഉയരും. ഇപ്പൊ ഇവിടേക്ക്, അതായത് നൈനാമ്പളപ്പിലേക്ക് വരികയാണെങ്കിൽ ഫുട്ബോൾ ആവേശത്തിലെ ഫുട്ബോൾ ആരാധനയുടെ ഒരു വലിയ ചരിത്രം പറയാനുള്ള നാടാണ് അല്ലെ. ഏതൊരു എന്താ പറയാ, നമ്മള് ലോകത്ത് എവിടെ പന്തുരുണ്ട് കഴിഞ്ഞാലും നൈനാമ്പളപ്പിൽ ആവേശം ഉണ്ടാവുമെന്നാ പറയുന്നത് അല്ലെ. അതെന്താണ് ഈ നാടിന് അങ്ങനെ ഒരു ചരിത്രം ഉണ്ടാവുന്നത്? നൈനാമ്പളപ്പ് പാരമ്പര്യമായിട്ട് തന്നെ ഫുട്ബോൾ ഒരു വിനോദത്തിനപ്പുറം ഈ നാട്ടുകാരുടെ ഒരു വികാരമാണ്. അത് ചെറിയ കുട്ടികൾ മുതൽ മുതിർന്ന ആളുകൾ വരെ. പന്ത് തട്ടാത്തവരായിട്ട് ഇവിടെ ആരുമില്ല. ഇപ്പൊ സാമ്പത്തികമായിട്ടും മറ്റു നിലക്കൊക്കെ പിന്നോക്കമാണെങ്കിലും ഫുട്ബോൾ കമ്പത്തിൽ ഏറെ സമ്പന്നമായിട്ടുള്ള കോഴിക്കോട് നഗരത്തിലെ ഒരു പ്രദേശമാണ് നൈനാമ്പളപ്പ്. ഇത്തവണ ഇനിയിപ്പോ നമ്മളെ 10 ദിവസം കൂടിയേ ഉള്ളൂ. ഇത്തവണ എന്തൊക്കെയാണ് നൈനാമ്പളപ്പുകാർ ഫുട്ബോള് ലോകകപ്പിനായിട്ട് ഒരുക്കി വെച്ചിരിക്കുന്നത്? നമ്മൾ ഈ വേൾഡ് കപ്പ് വരവേൽപ്പിന്റെ ഭാഗമായിട്ട് ഇപ്പം വിവിധ രാജ്യങ്ങളുടെ ഫ്ലെക്സുകളും കൊടികളൊക്കെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മൾ വലിയ സ്ക്രീനിൽ ഒന്നിച്ചിരുന്ന് കളി കാണുന്നതിനുള്ള ആ പ്ലാനിങ് എല്ലാം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനുള്ള സ്പോൺസേഴ്സിനെല്ലാം നമ്മൾ തേടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം പഴയ മാതിരിയല്ല. LED വാള്, സൗണ്ട്, മറ്റുള്ള ജനറേറ്റർ, ഇതൊക്കെ വലിയ ലക്ഷങ്ങൾ ചെലവ് വരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇതിനെല്ലാം സ്പോൺസേഴ്സ് കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് നമ്മൾ കാത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വേൾഡ് കപ്പിൻ്റെ ഇടയിൽ നമ്മൾ മിനി വേൾഡ് കപ്പ്, അത് നമ്മൾ എല്ലാ വേൾഡ് കപ്പിൻ്റെ സമയത്തും നടത്താറുള്ളതാണ്. പ്രമുഖ ടീമുകളുടെ കളറണിഞ്ഞ് അതേ ജേഴ്സിയിൽ അതിൻ്റെ ആരാധകർ, ഓരോ ടീമിൻ്റെ ആരാധകർ നൈനാമ്പളപ്പ് കോതി മിനി സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുന്ന ഒരു മിനി വേൾഡ് കപ്പ്, നൈനാമ്പളപ്പിൻ്റെ സ്വന്തം ഒരു മിനി വേൾഡ് കപ്പ് ഇവിടെ നടത്തും. അതുപോലെ തന്നെ ലോകകപ്പിൻ്റെ ഫൈനൽ ഡേൻ്റെ അന്ന് അവിടെ കപ്പ് ഉയർത്തുന്ന അതേ സമയത്ത് തന്നെ ജയിക്കുന്ന ടീമിൻ്റെ ആരാധകർക്ക് ഇവിടെ നമ്മൾ
ലോകകപ്പിന്റെ മാതൃക സമ്മാനിക്കുന്നതാണ്. ഇത്തവണ മഴയതിന്റെ ഒരു വിഷമമുണ്ട്. കാരണം നൈനാം വളപ്പിലെ ആ ഗ്രൗണ്ടിൽ ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് നമുക്കൊന്നും മറ്റു രാജ്യത്ത് പോയിട്ട് വിദേശ രാജ്യത്ത് പോയിട്ട് ഫുട്ബോൾ നേരിട്ട് കാണാനുള്ള ഒരു സംവിധാനം ഇല്ലാത്തതുകൊണ്ട് കഴിയും നമ്മൾ ആ ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് കാണുമ്പോൾ നമ്മൾ നേരിട്ട് ആ മത്സരം കാണുന്ന ഒരു ആവേശം തന്നെ ഉണ്ടാവും അല്ലെ. പലപ്പോഴും അർജന്റീനയുടെയും ബ്രസീലിന്റെയും ആരാധകർ തമ്മിൽ വാക്പോരുകൾ ഉണ്ടാവാറുണ്ട് മത്സരങ്ങൾ നടക്കുന്ന സമയത്ത്. അത്തരം കാര്യങ്ങളൊക്കെ അപ്പൊ ഇത്തവണ അതൊന്നും മിസ് ചെയ്യല്ലോ. സ്കൂളിനകത്താണ് ഇത്തവണ ബിഗ് സ്ക്രീനിൽ നിന്ന് കേട്ടു ഞാൻ. അങ്ങോട്ടേക്കാണ് പിന്നെ നമ്മള് ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്നത് ഗ്രൗണ്ടിൽ തന്നെ. പക്ഷെ പ്രതികൂല കാലാവസ്ഥ ആണ്, പടിഞ്ഞാറ് ഭാഗമാണ്. അപ്പോൾ നമ്മള് ചോയ്സ് രണ്ടും ഉണ്ട്, ഒന്നും അന്തിമ തീരുമാനം എടുത്തിട്ടില്ല. പക്ഷേ എന്ത് തന്നെ ആയാലും ഫുട്ബോൾ കളി അങ്ങോട്ട് വേൾഡ് കപ്പ് അങ്ങോട്ട് തുടങ്ങുന്നതോടുകൂടി ആളുകൾക്ക് പിന്നെ എല്ലാം ഉറക്കില്ലാത്ത രാത്രിയായിരിക്കും. കളിയാവേശം കളി പറച്ചിലും ഒക്കെ തന്നെ ആയിട്ട് 39 ദിവസം നൈനാമളപ്പിനെ സംബന്ധിച്ചിടത്തോളം ഉറക്കില്ലാത്ത രാത്രി തന്നെയാണ്. ലോകകപ്പ് ഇവിടെയായിരിക്കും തീർച്ചയായിട്ടും. ഫുട്ബോൾ കാണാറുണ്ടോ? ഉണ്ട്, ആണ്. രണ്ടുപേരും കാണാറുണ്ട്. കഴിഞ്ഞ വേൾഡ് കപ്പിലെ മാച്ചുകൾ കണ്ടിട്ടുണ്ടോ? ഉണ്ട്. ഏതാ ഫേവറേറ്റ് ടീം? ബ്രസീലാണ്. ഇത്തവണ ബ്രസീൽ കപ്പടിക്കും. അപ്പൊ ബ്രസീൽ ആരെ ഇഷ്ടപ്പെട്ട കളിക്കാരൻ? നെയ്മർ ഇത്തവണ നെയ്മർ കപ്പ് പൊന്തിക്കോ? ഉണ്ട്. ആവശ്യം പറഞ്ഞാൽ ഇപ്പൊ നമ്മളിപ്പോ സ്ക്രീനൊന്നും ഈ പ്രാവശ്യം ഇല്ല അവിടെ. എന്തായാലും ഇപ്പൊ സ്കൂളിലാണ് മഴന്റെ പ്രശ്നം കൊണ്ട് സ്കൂളിലാണ് നമ്മള് ഇത് വലിയ ടിവിയിലാണ് കളിയാങ്ങുന്നത്. അവിടെ വെച്ച് കളിയാങ്ങുന്നത്. മഴ ആയതുകൊണ്ട് ഒരു ആവേശത്തിന് കുറവുണ്ട്. ഇല്ലില്ല, ആവശ്യം ഉണ്ടാവും, എന്തായാലും ഉണ്ടാവും. വലിയ ബിഗ് സ്ക്രീനിലുള്ള കളി കാണിക്കില്ല, സ്കൂളിനകത്താണ്. അതിന്റെ ഒരു ചെറിയ വിഷമമുണ്ട്. കഴിഞ്ഞ വേൾഡ് കപ്പ് ഇവിടെ സ്ക്രീൻ ഇവിടെ കൂറ്റൻ സ്ക്രീനാണ്, അടിപൊളിയാണ്. നിങ്ങൾ അർജന്റീന ഫാനാണോ? ബ്രസീലാണ്. കഴിഞ്ഞ വട്ടം അർജന്റീന കപ്പടിച്ച ചെറിയ വിഷമമുണ്ടായിരുന്നു. വിഷമമൊന്നുമില്ല, ഞാൻ വിഷമിച്ചാൽ ഇപ്പൊ ഇതിന് നിൽക്കാനൊന്നും കഴിയില്ലല്ലോ. ഒക്കെ ഹോബി. അതാണ്. ഇവിടെ ബമ്പം സ്ക്രീനിന് ഇവിടെ കളി കഴിയുന്നത് വരെ. പിന്നെ ഇവിടെ ഫുട്ബോൾ എന്ന് പറഞ്ഞാല് വേൾഡ് കപ്പ് എന്നല്ല, ISL ആണെങ്കിലും ഇനി വേറെ ഇപ്പൊ ഒരു ISL ഇവിടെ സ്ക്രീനൊക്കെ വെച്ചിട്ട് താഴെ മേലെന്ന് താഴേക്ക് മണ്ണിട്ടാല് താഴെ എത്തൂല, അതിനാത്രം ജനയിനൂടെ. എന്താ മോന്റെ പേര്? മുഹമ്മദ് ജാബിർ ഏതാ ടീം? അർജന്റീന. ജാബിർ വളരെ ഭാഗ്യവാനാണ്. ഞാനൊക്കെ ഒരു അർജന്റീന ഫാനായിട്ട് 10-28 വർഷം കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത് അർജന്റീന കപ്പടിക്കുന്നത് കാണാനൊരു ഭാഗ്യം ഉണ്ടായത്. ഒന്നാം ചെറുപ്പത്തിലെ മെസ്സി കപ്പ് എന്ത് ചെയ്യുന്നത് കാണാൻ വേണ്ടി പറ്റിയില്ലേ കഴിഞ്ഞ വട്ടം? എങ്ങനെ ഉണ്ടായിരുന്നത്? ഇത്തവണ ആര് കപ്പടിക്കും? ഇത്തവണ ആരടിക്കും കപ്പ്? അറിയില്ല. എന്നാലും അർജന്റീന അടിക്കില്ല. അർജന്റീന അടിക്കുന്നു പറയടാ, നമ്മളൊക്കെ അർജന്റീന ഫാൻസ് അല്ലേ. അപ്പൊ എന്തൊക്കെയായാലും ഇത്തവണ നൈനാവളപ്പില് ആവേശത്തിന് യാതൊരു കുറവുമില്ല. പ്രേക്ഷകർക്ക് ഇവിടെയൊക്കെ കാണാം, നിരവധി ഫ്ലെക്സുകൾ ഉയർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ നാട്ടുകാരുടെ മനസ്സിലും ലോകകപ്പിന്റെ ആവേശം ഇങ്ങനെ ഉയർന്നു വരികയാണ്. പ്രതികൂലമായ കാലാവസ്ഥയാണ് ഒരു പരിധി വരെയെങ്കിലും ഇവരെ വിഷമിപ്പിക്കുന്നത്. എന്നാലും കുഴപ്പമില്ല, മഴയൊക്കെ അതിജീവിച്ചുകൊണ്ട് ഇവരുടെ ആ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് അല്ലെങ്കിൽ ലോകകപ്പ് ആവേശം വാനോളം ഉയരും എന്നുള്ളത് തന്നെയാണ് ഇവർ പറയുന്നത്. കോഴിക്കോട് നിന്ന് തന്നെ കക്കാടത്ത് മറുനാടൻ മലയാളി.